സിനിമാ പ്രേമികൾ ആവേശത്തോടെ കാത്തിരിക്കുന്ന എമ്പുരാന്റെ സെൻസറിംഗ് വിവരങ്ങൾ പുറത്ത്. 16+ വിഭാഗത്തിലാണ് ചിത്രം സെൻസർ സർട്ടിഫിക്കറ്റ് നേടിയിരിക്കുന്നത് എന്നാണ് വിവരം. ലൂസിഫർ ഫ്രാഞ്ചൈസിയിലെ ആദ്യ ചിത്രത്തേക്കാൾ ദൈർഘ്യമുണ്ട് പുതിയ ചിത്രത്തിന്. ലൂസിഫറിന്റെ ദൈർഘ്യം 2 മണിക്കൂർ 52 മിനിറ്റ് ആയിരുന്നെങ്കിൽ എമ്പുരാന്റെ ദൈർഘ്യം 2 മണിക്കൂർ 59 മിനിറ്റ് 59 സെക്കൻഡ് ആണ്. അതായത് 3 മണിക്കൂറോളം. ചിത്രത്തിൽ നിന്ന് 10 സെക്കൻഡ് സെൻസർ ബോർഡ് നീക്കം ചെയ്തിട്ടുണ്ട്. കൂടാതെ 4 സെക്കൻഡ് ബോർഡിന്റെ നിർദ്ദേശപ്രകാരം ആവശ്യാനുസരണം മാറ്റി ചേർത്തിട്ടുമുണ്ട്. ചിത്രത്തിന്റെ സെൻസറിംഗ് റിപ്പോർട്ട് ആരാധകർക്കിടയിൽ ചർച്ചയായി. മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ വാനോളമാണ്. മലയാളം ഇതുവരെ കാണാത്ത സ്കെയിലിലാണ് ചിത്രത്തിന്റെ നിർമ്മാണം എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങളിൽ നിന്നു വ്യക്തമാകുന്നത്. അബ്രാം ഖുറേഷിയായുള്ള മോഹൻലാലിന്റെ രണ്ടാം വരവിനു വേണ്ടി ആകാംക്ഷയോടെയാണ് ആരാധകർ കാത്തിരിക്കുന്നത്. ലൂസിഫറിന്റെ വൻ വിജയത്തിനു പിന്നാലെ 2019-ൽ പ്രഖ്യാപിച്ച സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചത് 2023 ഒക്ടോബറിലായിരുന്നു. 20ഓളം വിദേശ രാജ്യങ്ങളിലാണ് സിനിമ ചിത്രീകരിച്ചിരിക്കുന്നതെന്നാണ് വിവരം. UK, US എന്നിവിടങ്ങൾക്കൊപ്പം റഷ്യയും ചിത്രത്തിന്റെ ഒരു പ്രധാന ലൊക്കേഷനാണ്. ലൂസിഫറിലെ അഭിനേതാക്കളായ പൃഥ്വിരാജ്, ടൊവിനോ തോമസ്, മഞ്ജു വാര്യർ, ഇന്ദ്രജിത്ത്, ബൈജു സന്തോഷ്, സാനിയ അയ്യപ്പൻ തുടങ്ങിയവരും ഈ ചിത്രത്തിൽ ശക്തമായ സാന്നിധ്യങ്ങളാണ്. പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എമ്പുരാൻ നിർമ്മിക്കുന്നത് ആന്റണി പെരുമ്പാവൂരിന്റെ ആശീർവാദ് സിനിമാസും ലൈഗ പ്രൊഡക്ഷനും ചേർന്നാണ്. മാർച്ച് 27-ന് ചിത്രം തിയേറ്ററുകളിലെത്തും.